മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സാധുജന ക്ഷേമ പ്രവർത്തന രംഗത്ത് അനുഗ്രഹമായി മുന്നേറുന്ന പദ്ധതിയാണ് സഹോദരൻ പദ്ധതി. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവായുടെ സ്മരണയിൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ആരംഭിച്ച സഹോദരൻ പദ്ധതി അതിൻ്റെ 3-ാം വാർഷികത്തിൻ്റെ നിറവിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഫെബ്രുവരി 12 ആരംഭിച്ച ഈ പദ്ധതിയിൽ നാളിതുവരെ 17 കോടിയിലധികം രൂപയുടെ ധനസഹായങ്ങൾ സമൂഹത്തിൽ വിവിധ തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് സഹോദരങ്ങൾക്കാണ് നൽകുവാൻ സാധിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ 3-ാം വാർഷികത്തോടനുബന്ധിച്ച് 2025 ഫെബ്രുവരി 9 100 നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് ഒരു തരി പൊന്ന് എന്ന ആശയത്തിലൂടെ 1 കോടി രൂപയുടെ വിവാഹ ധനസഹായമാണ് നൽകുന്നത്. നിർധനരായ രോഗികൾ, ഭവനരഹിതർ, പഠനത്തിന് സാമ്പത്തിക സൗകര്യമില്ലാത്തവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന പെൺകുട്ടികൾ, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, ഭിന്നശേഷിക്കാർ എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം സഹോദരങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷം കൊണ്ട് സഹോദരൻ പദ്ധതിയിലൂടെ സാന്ത്വനം അനുഭവിക്കുവാൻ സാധിച്ചു എന്നത് ഈ പദ്ധതിയുടെ വിജയമാണ്. സഹോദരൻ പദ്ധതിയുടെ സൗഹൃദ ഭവനങ്ങളിൽ 20 ഭവനങ്ങൾ പൂർണ്ണമായി നിർമ്മിച്ചും 246 ഭവനങ്ങൾ ഭാഗികമായി നിർമ്മാണം നടത്തിയും ഭവന നിർമ്മാണ സഹായം നൽകിയിട്ടുണ്ട്. 50 പേരുടെ ഭരണ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ പദ്ധതിക്ക് ഒരു നിയമാവലിയുണ്ട്. പദ്ധതിയുടെ കണക്കുകൾ സഭയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്ത് സഭയുടെ സി ഷെഡ്യൂളിൽ പ്രസിദ്ധപ്പെടുത്തുന്നു. മലങ്കര സഭാ മാസികയുടെ പ്രതിമാസ ലക്കത്തിൽ സംഭാവന തന്ന് സഹകരിക്കുന്നവരുടെ ലിസ്റ്റും വിവിധ ഇനങ്ങളിലായി പദ്ധതിയിൽ നിന്ന് സഹായം കൊടുക്കുന്ന പ്രതിമാസ കണക്കും പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. സഹോദരൻ പദ്ധതിയുടെ ഓഫീസിൽ വരുന്ന അപേക്ഷകൾ പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് പരിശോധിക്കുകയും ഏറ്റവും അർഹരായവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. തങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് തകർന്നു കഴിയുന്ന അനേകം ആളുകൾ പ്രതീക്ഷയോടെ ദേവലോകത്തെത്തുമ്പോൾ അവരുടെ അപേക്ഷ പരിഗണിച്ച് കൃത്യമായ അന്വേഷണങ്ങൾക്ക് ശേഷം തികച്ചും അർഹരായവരെ തിരഞ്ഞെടുത്ത് ഏതൊരാവശ്യത്തിലേക്ക് അവർ അപേക്ഷ സമർപ്പിക്കുന്നുവോ അതിൽ തന്നെ പണം വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയാണ് ഈ പദ്ധതി പ്രവർത്തനം നടത്തുന്നത്. വിദ്യാഭ്യാസ സഹായമായി 721 പേർക്ക് 3.5 കോടി രൂപയും ഭവന നിർമ്മാണ സഹായമായി 313 പേർക്ക് 5 കോടി രൂപയും വിവാഹ സഹായമായി 191 പേർക്ക് 1.5 കോടി രൂപയും ചികിത്സാ സഹായമായി 1829 പേർക്ക് 5 കോടി രൂപയും മറ്റു പ്രത്യേക സഹായങ്ങളായി 266 പേർക്ക് 62 ലക്ഷം രൂപയും സഹായഹസ്തമായി സഹോദരൻ പദ്ധതിയിലൂടെ ഇതിനോടകം നൽകി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും സ്നേഹവന്ദനം. ഞങ്ങൾ വളരെ നാളുകളിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ പപ്പ ഞങ്ങളെ വിട്ടുപോയി. എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ വിട്ടുപോയിട്ട് 2 വർഷം തികയുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ സഹോദരൻ പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് ഈ ഭവനം കിട്ടി. ഞങ്ങൾ വളരെ സന്തോഷവാനാണ്. ഞങ്ങളുടെ ഭാഗ്യം, ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും ഞങ്ങൾക്കൊരു ഭവനം കിട്ടുന്നത് ഞങ്ങൾക്ക് ഓർക്കാൻ പറ്റത്തില്ലായിരുന്ന അവസ്ഥയാണ്. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ഈ വീട് കിട്ടാൻ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും എല്ലാ നന്ദി സ്നേഹവും അറിയിക്കുന്നു. വളരെ കാലങ്ങളായി ഞങ്ങൾ സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാതെ വാടകയ്ക്കായിരുന്നു ഓരോ വീടുകളും മാറി കുഞ്ഞുങ്ങളുമായി വളരെ കഷ്ടതയോടെ താമസിച്ച സമയത്താണ് വികാരി അച്ഛൻ്റെ അഭ്യർത്ഥന ഞങ്ങളൊരു അപേക്ഷ സഹോദരൻ പദ്ധതി പ്രകാരം ഒരു അപേക്ഷ വെച്ചതും ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനം ലഭിക്കുവാനും സഹായിച്ചത്. ദൈവം ഞങ്ങൾ ഇത്രത്തോളം നടത്തിയ നല്ല കൃപയോട് നന്ദിയോടെ സ്തുതിക്കുന്നു. കാരണം സഹോദരൻ പദ്ധതിയിലൂടെ ഞങ്ങൾ ആഗ്രഹിച്ചേക്കാൾ ഉപരിയായി ഞങ്ങൾക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റത്തില്ല സ്വന്തമായി ഇങ്ങനെ ഒരു ഭവനവും സ്ഥലവും കിട്ടുവാൻ.
ദൈവം ഇത്രയും മനോഹരമായി ഞങ്ങൾക്ക് തന്ന മലങ്കര സഭയുടെ ബാവയും മറ്റു ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞങ്ങൾ ഈ നിമിഷം ഓർക്കുന്നു. മികച്ച ഒരു നല്ലൊരു വീട് കിട്ടി. സഹോദര പദ്ധതിയുടെ വിശുദ്ധ ബാവ തിരുമേനിയുടെ സഹായത്താൽ ഞങ്ങൾക്കൊരു നല്ലൊരു വീട് കിട്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാവർക്കും നന്ദിയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും നന്ദി. എൻ്റെ വീട് ഇവിടെ ചിങ്ങവനത്ത് FSD കടവിൻ്റെ താഴെയായിരുന്നു. അവിടെ ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറി ഞങ്ങൾ ഭയങ്കര ദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾക്ക് താമസിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ ഒരു ഷെഡിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അനിയൻ്റെ വീടിനോട് ചേർന്ന് ഒരു ചെറിയ ഷെഡ് വെച്ചാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പം ബാവ തിരുമേനിയുടെ ഈ സഹായ പദ്ധതിയായ ഈ സഹോദരൻ പദ്ധതിയിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ വീട് അനുഭവിച്ചതിൽ വളരെ സന്തോഷം. ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും അടങ്ങുന്നൊരു ചെറിയ കുടുംബമാണ്. അപ്പം നന്ദി മാത്രമേ ഉള്ളൂ. മഴ പെയ്താലും കാറ്റ് വീശിയാലും സരസമ്മയ്ക്കിനി ഭയമേതുമില്ലാതെ അന്തിയുറങ്ങാം. ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ മാസങ്ങളായി കഴിഞ്ഞിരുന്ന 73-കാരിക്ക് ഓർത്തഡോക്സ് സഭയുടെ സഹോദരൻ പദ്ധതിയിലാണ് സഹായം ലഭ്യമായത്. തകർന്നുപോയ മേൽക്കൂര പൂർണ്ണമായി നീക്കി പുതിയത് സ്ഥാപിച്ചു. അടച്ചുറപ്പുള്ളതാക്കി വീടിനെ മാറ്റി. കട്ടിലടക്കം ഗൃഹോപകരണങ്ങളും വാങ്ങി നൽകി. വളരെ സന്തോഷമുള്ള ഒരു അവസരമാണിത്. കാര്യം നമുക്ക് ഈ ഒരു അവസരത്തിൽ ഒരു വലിയൊരു സന്തോഷമാണ് നാട്ടുകാർക്കും എല്ലാവർക്കും നമുക്ക് ഈ ഒരു അവസരത്തിൽ കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, എസ്പെഷ്യലി ഓർത്തഡോക്സ് സഭയിലെ ആ ഒരു സഹോദരൻ പദ്ധതി എന്നുള്ള രീതിയിൽ ബാവ തിരുമേനി മുന്നോട്ട് വന്നതിന് എല്ലാവിധ ഒരു സന്തോഷവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. സഹോദരിയുടെ മരണശേഷം ഒറ്റയ്ക്കായിരുന്നു സരസമ്മ. ദുരിതപൂർണമായിരുന്ന സരസമ്മയുടെ ജീവിതം പൊതുപ്രവർത്തകൻ MS സജിത്ത് പകർത്തി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ സ്ഥലം സന്ദർശിച്ചു. തുടർന്ന് അദ്ദേഹം ഓർത്തഡോക്സ് സഭാ നേതൃത്വവുമായി ബന്ധപ്പെടുകയായിരുന്നു. ഓർത്തഡോക്സ് സഭയുടെ സഹോദരൻ പദ്ധതിയിലൂടെ വിവാഹം, ഭവന നിർമ്മാണം, വൈദ്യസഹായം എന്നീ മേഖലകളിലായി ഇതിനകം 15 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഏവരുടെയും സഹകരണത്താലും പ്രോത്സാഹനത്താലും കഴിഞ്ഞ 3 വർഷം കൊണ്ട് 17 കോടിയിലധികം രൂപ നിർധനരും നിരാലംബരുമായവർക്ക് കൈത്താങ്ങായി നൽകുവാൻ സാധിച്ചു എന്നത് സഹോദരൻ പദ്ധതിയുടെ വലിയൊരു വിജയമാണ്. കോട്ടയം ജില്ലയിലെ പരുത്തുംപാറയിൽ സഭാംഗമായ ശ്രീ ജേക്കബ് സക്കറിയ സൗജന്യമായി നൽകിയ സ്ഥലത്ത് നിർമ്മാണം പൂർത്തീകരിച്ച 10 സൗഹൃദ ഭവനങ്ങളാണ് സ്വന്തമായി വീടും സ്ഥലവുമില്ലാത്ത 10 നിർധന കുടുംബങ്ങൾക്ക് ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകിയത്. നിർധനരായ രോഗികൾക്കു വേണ്ടി ആതുര സേവന പാതയിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി പാറേഡ് മാർ ഇവാനിയോസ് ആശുപത്രിക്ക് ഒരു വാഹനം നൽകുവാൻ സഹോദരൻ പദ്ധതിയിലൂടെ കഴിഞ്ഞു.
ഇന്ന് 3320ഓളം കുടുംബങ്ങളാണ് സഹോദരന്റെ ഗുണഭോക്താക്കളായി സാന്ത്വനം അനുഭവിച്ച് സംതൃപ്തിയോടെ കഴിയുന്നത്. ശ്രുതി ചേരും മൃദുഗീതം ഇനിയെന്നും വഴികാട്ടാൻ അകലത്തായി ഒരു താരം. സ്വരം